പാലാ ബിഷപ്പ് ഹൗസിന്റെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയതിനെ തുടർന്ന് ചില മാധ്യമങ്ങൾ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടത്തിയെന്ന് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ. ശിവലിംഗം കണ്ടെത്തിയ ഭൂമിയിൽ തന്നെ ദേവപ്രശ്നം നടത്താൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. ബിഷപ്പ് ഹൗസുമായി ഭിന്നതയില്ലെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. പാലാ വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം പാലാ രൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കൃഷിക്കായി മണ്ണെടുത്തപ്പോൾ ക്ഷേത്രാവശിഷ്ടങ്ങളും ശിവലിംഗങ്ങളും കണ്ടെത്തിയ സംഭവത്തിൽ തുടർ നടപടികൾക്കായി ക്ഷേത്ര ഉപദേശക സമിതി യോഗം വിളിച്ചു ചേർത്തു. വിഗ്രഹങ്ങൾ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ നിർദ്ദേശങ്ങൾക്കായി ദേവപ്രശ്നം നടത്തണമെന്നാണ് ക്ഷേത്രം ഭാരവാഹികളും ബിഷപ്പ് ഹൗസും തീരുമാനിച്ചിരുന്നത്. മുല്ലപ്പള്ളി നാരായണ നമ്പൂതിരിയെ ദേവപ്രശ്നം നടത്താനുള്ള ആചാര്യനായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വെള്ളാപ്പാട് തണ്ടളത്ത് തേവർ സേവാ സമിതിക്ക് രൂപം നൽകി. ക്ഷേത്ര ഭാരവാഹികളും ബിഷപ്പ് ഹൗസ് അധികൃതരും ഒന്നിച്ചു നീങ്ങിയപ്പോൾ സംഭവം ഹിന്ദു ക്രിസ്ത്യൻ തർക്കമെന്ന പേരിൽ പ്രശ്നം വഷളാക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചുവെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വിമർശിച്ചു. നമ്മൾ ഈ സമയം പല ചാനലുകളും പല മാധ്യമങ്ങളും ഈ വാർത്തകൾ നല്ല രീതിയിലും മോശം രീതിയിലും റിപ്പോർട്ട് ചെയ്തു. ചില മാധ്യമങ്ങൾ വളരെ മോശമായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഇവിടെ എന്തോ ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷം ഉണ്ടാകും എന്ന രൂപത്തിലേക്ക് വരെ ആ കാര്യങ്ങൾ എത്തിച്ചു. പക്ഷേ ഇവിടെ എല്ലാം ശാന്തമായിരുന്നു. ദേവപ്രശ്നത്തിന്റെ നിർദ്ദേശങ്ങൾ പ്രായോഗികതയ്ക്ക് പ്രാധാന്യം നൽകി നടപ്പാക്കും. ബിഷപ്പ് ഹൗസ് ഇതിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. ശിവലിംഗം കണ്ടെത്തിയ ഭൂമിയിൽ തന്നെ ദേവപ്രശ്നം നടത്താനും ബിഷപ്പ് ഹൗസിന്റെ അനുമതിയുണ്ട്. നിർണായകമായ ഘട്ടം ദേവപ്രശ്നമാണ്. അതനുസരിച്ചാണ് ബിഷപ്പ് ഹൗസുമായി നമ്മൾ ധാരണയായത്. അപ്പോൾ അത് എന്ത് വേണേലും ഏത് രീതിയിലും പരിപൂർണ സഹകരണം ബിഷപ്പ് ഹൗസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് കൂത്താപ്പാടി ഇല്ലത്തിന്റെ കീഴിലായിരുന്നു ഈ പ്രദേശം. തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ തന്നെ പറയുന്നു. വെള്ളാപ്പാട് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം അവിടെയായിരുന്നുവെന്ന് മുൻ ദേവപ്രശ്നങ്ങളിൽ വ്യക്തമായിരുന്നു. കാലാന്തരത്തിൽ അവിടുത്തെ ദേവീ വിഗ്രഹം മാത്രം സാന്ദർഭികവശാൽ ഇപ്പോൾ വെള്ളാപ്പാട് ക്ഷേത്രമിരിക്കുന്നിടത്ത് പ്രതിഷ്ഠിച്ചുവെന്നാണ് ചരിത്രം. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് സ്ഥാപിത താൽപര്യങ്ങൾ കൊയ്യാനുള്ള ശ്രമങ്ങളെ തോൽപ്പിച്ചിരിക്കുകയാണ് പാലായിലെ ഹൈന്ദവരും ക്രൈസ്തവരും. ദേവപ്രശ്നവുമായി മുന്നോട്ട് പോകുന്നു വെള്ളാപ്പാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഭാരവാഹികൾ. പാലായിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ, ജനം.